മരണാനന്തരം ഒരു വ്യക്തിയുടെ ആത്മാവിന് എന്തു സംഭവിക്കുന്നു എന്നതിനെക്കുറിച്ച് ഗരുഡപുരാണം വളരെ വിശദമായി പറയുന്നുണ്ട്. ഹൈന്ദവ വിശ്വാസമനുസരിച്ച് 18 മഹാപുരാണങ്ങളിൽ ഒന്നാണ് ഗരുഡപുരാണം. വൈഷ്ണവർക്ക് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ഗ്രന്ഥമാണ്. ഗരുഡപുരാണത്തിലെ പ്രധാന കാര്യങ്ങൾ താഴെ കൊടുക്കുന്നു. ആത്മാവിന്റെ യാത്ര. ഒരു വ്യക്തി മരിക്കുമ്പോൾ അവന്റെ ശരീരം നശിക്കുന്നു. എന്നാൽ ആത്മാവ് നശിക്കുന്നില്ല. യമദൂതന്മാർ ആത്മാവിനെ യമലോകത്തേക്ക് കൊണ്ടുപോകുന്നു. യമലോകത്തേക്കെത്താൻ ആത്മാവിന് ഏകദേശം 86,000 യോജന ദൂരം സഞ്ചരിക്കേണ്ടിവരുമെന്ന് ഗരുഡപുരാണം പറയുന്നു. കർമ്മവും ശിക്ഷയും. ഭൂമിയിൽ ചെയ്ത പാപങ്ങൾക്കും പുണ്യങ്ങൾക്കും അനുസരിച്ചാണ് മരണാനന്തരം ആത്മാവിന് അനുഭവങ്ങളുണ്ടാകുന്നത്. നല്ല കാര്യങ്ങൾ ചെയ്തവർക്ക് സ്വർഗവും ദുഷ്പ്രവൃത്തികൾ ചെയ്തവർക്ക് നരകവും ലഭിക്കും. നരകത്തിൽ വിവിധതരം ശിക്ഷകളുണ്ട്. ഗരുഡപുരാണത്തിൽ 28 നരകങ്ങളെക്കുറിച്ചും ഓരോ പാപങ്ങൾക്കും ലഭിക്കുന്ന ശിക്ഷകളെക്കുറിച്ചും വിശദീകരിക്കുന്നു. പുനർജന്മം. ശിക്ഷകൾ അനുഭവിച്ചതിനുശേഷം ആത്മാവ് വീണ്ടും ഭൂമിയിലേക്ക് മടങ്ങുകയും പുനർജനിക്കുകയും ചെയ്യുന്നു. ഓരോ വ്യക്തിയുടെയും കർമ്മഫലങ്ങൾക്കനുസരിച്ചാണ് അടുത്ത ജന്മം നിർണയിക്കപ്പെടുന്നത്. ഒരു വ്യക്തി തന്റെ പ്രവൃത്തികൾക്കനുസരിച്ചാണ് പുനർജനിക്കുന്നതെന്ന് ഗരുഡപുരാണം പറയുന്നു. മരണത്തിന്റെ അടയാളങ്ങൾ. മരണം അടുക്കുമ്പോൾ ഒരു വ്യക്തിക്ക് ചില അടയാളങ്ങൾ കാണാൻ തുടങ്ങുമെന്ന് ഗരുഡപുരാണത്തിൽ പറയുന്നു. ഉദാഹരണത്തിന്, തന്റെ പൂർവികരെയും മരിച്ച ബന്ധുക്കളെയും കാണുക, സ്വന്തം നിഴൽ കാണാൻ കഴിയാതിരിക്കുക, കഴിഞ്ഞകാല പ്രവൃത്തികളെക്കുറിച്ച് ഓർമ്മിക്കുക എന്നിവയെല്ലാം ഇതിൽപ്പെടുന്നു. മോക്ഷം. മരണാനന്തരം ആത്മാവിന് മോക്ഷം ലഭിക്കുന്നതിനായി ഗരുഡപുരാണ കഥകൾ സംഘടിപ്പിക്കാറുണ്ട്. മരണത്തിന്റെ 4-ാം ദിവസം മുതലാണ് സാധാരണയായി ഈ കഥയുടെ പാരായണം ആരംഭിക്കുന്നത്. പൂർവികരിൽ നിന്ന് അനുഗ്രഹം തേടാനും ഈ കഥ സഹായിക്കുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. ചുരുക്കത്തിൽ, ഗരുഡപുരാണം മരണാനന്തര ജീവിതം, കർമ്മഫലം, പുനർജന്മം, മോക്ഷം എന്നിവയെക്കുറിച്ച് ഒരു വ്യക്തിക്ക് വ്യക്തമായ ധാരണ നൽകുന്നു. ഭൂമിയിലെ ജീവിതത്തിൽ ധാർമ്മികമായ കാര്യങ്ങൾ ചെയ്യാനും പാപങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാനും ഈ പുരാണം ഉപദേശിക്കുന്നു.